നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് സിറ്റി ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പെറ്റിത്തുക തട്ടിപ്പ് കേസ് പ്രതി ശാന്തികൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് കോടതി. കസ്റ്റഡിയിൽ വിട്ടത് കോട്ടയം വിജിലൻസ് കോടതി. 2 ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം. വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഫാദർ പോൾ ഇടത്തോട്ടി ഓണാഘോഷ സന്ദേശം നൽകി. വിവിധ മത്സരങ്ങളും കലാപരിപാടികളും നടത്തപ്പെട്ടു. മൂവാറ്റുപുഴ റവന്യൂ ജീവനക്കാരുടെ കുടുംബസംഗമവും ഓണാഘോഷവും ജില്ലാ കളക്ടർ ജി പ്രിയങ്ക IAS ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ സർവീസ് സഹകരണ ബാങ്ക് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്ത ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് മുഹമ്മദ് പനിക്കൽ ഉദ്ഘാടനം ചെയ്തു. മലങ്കര ജേക്കബ് സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ മൂവാറ്റുപുഴ ഡിസ്ട്രിക്ട് കലോത്സവം സംഘടിപ്പിച്ചു. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി റാക്കാട് സെന്റ് മേരീസ് സൺഡേ സ്കൂൾ. മഹാത്മാ അയ്യങ്കാളിയുടെ 162ാമത് ജന്മദിനം മൂവാറ്റുപുഴയിൽ ആഘോഷമാക്കി കോൺഗ്രസ്. ഭാരതീയ ദളിത് കോൺഗ്രസ് മൂവാറ്റുപുഴ മഞ്ഞളോട് സംയുക്ത ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ PP എൽദോസ് ഉദ്ഘാടനം ചെയ്തു. തപാൽ വിതരണം അവതാളത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി യൂത്ത് ലീഗ്. പ്രതിഷേധ മാർച്ചും തന്നെയും നടത്തിയത് മുളകോട് പോസ്റ്റ് ഓഫീസിലേക്ക്. മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് BA മക്കാട് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പെറ്റിത്തുക തട്ടിപ്പ് കേസിലെ പ്രതി ശാന്തികൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് കോടതി. 2 ദിവസത്തേക്കാണ് ശാന്തികൃഷ്ണനെ കോട്ടയം വിജിലൻസ് കോടതി മൂവാറ്റുപുഴ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. പെറ്റിത്തുക തട്ടിപ്പ് കേസിലെ പ്രതി ശാന്തികൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് കോടതി. കോട്ടയം വിജിലൻസ് കോടതിയാണ് പ്രതിയെ 2 ദിവസത്തേക്ക് മൂവാറ്റുപുഴ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. 2 ദിവസത്തേക്ക് ശാന്തികൃഷ്ണനെ കസ്റ്റഡിയിൽ വിടണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ പോലീസ് ബുധനാഴ്ച നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് കോടതി പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടത്. കസ്റ്റഡി അപേക്ഷ അംഗീകരിച്ചതോടെ റിമാൻഡിലായ പ്രതിയെ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടിയതോടെ കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കും. മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ റൈറ്ററുടെ ചുമതല വഹിച്ചിരുന്ന 2018-2022 കാലയളവിൽ 20.8 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയെന്ന കേസിലാണ് ശാന്തികൃഷ്ണനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാജരേഖകൾ നിർമ്മിച്ചിട്ടുണ്ടോ എന്നും ഉണ്ടെങ്കിൽ അവ എവിടെയാണ് തയ്യാറാക്കിയതെന്നും കണ്ടെത്താനുണ്ട്. ഇവർക്ക് വർഷങ്ങളോളം സാമ്പത്തിക തട്ടിപ്പിന് സഹായം ചെയ്തു കൊടുത്തവർ ആരാണെന്നും മറ്റ് സാമ്പത്തിക ഇടപെടലുകൾ എന്തൊക്കെയാണെന്നും പോലീസിന് കണ്ടെത്താനുണ്ട്. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. കുട്ടികളുടെ വടംവലി ഉൾപ്പെടെ വിവിധ മത്സരങ്ങളും കലാപരിപാടികളും ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. കുട്ടികളുടെ വടംവലി, കസേരകളി ഉൾപ്പെടെ വിവിധ മത്സരങ്ങളും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഓണപ്പാട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികളും ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. വിദ്യാർത്ഥികൾ മാവേലി വേഷത്തിലെത്തി ചെണ്ട കൊട്ടിയത് കൗതുകമായി മാറി. തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ PTA പ്രസിഡന്റ് മാത്യു M. ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഫാദർ പോൾ ഇടത്തോട്ടി ഓണാഘോഷ സന്ദേശം നൽകി. ഈ കേരള സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ്. ഈ പരിച്ഛേദത്തിന്റെ അടയാളമായിട്ടാണ്, സന്തോഷത്തിന്റെ അടയാളമായിട്ടാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എല്ലാവരും പങ്കുചേർന്ന, എല്ലാവരും ആസ്വദിച്ച, എല്ലാവരും പരസ്പരം സഹായിച്ച് സഹകരിച്ച് പങ്കുവെച്ച മനോഹരമായൊരു ഓണാഘോഷം. ഈ ഒരു ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്ന് നിലനിൽക്കട്ടെ. എല്ലാവർക്കും ഈ തിരുവോണത്തിൻ്റെ സ്നേഹാശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അവധിക്കാലം ഏറ്റവും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപകടങ്ങളിൽ നിന്ന് അകന്നിരിക്കാനായിട്ട് പ്രത്യേകിച്ച് വെള്ളത്തിൽ പോയി അനേകർ
അപകടത്തിൽപ്പെടുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയമാണ്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. അവധിക്കാലം നന്നായി ആനന്ദിക്കുക, ആഹ്ലാദിക്കുക. തിരിച്ചെത്തുമ്പോൾ നന്നായി പഠിക്കാനും വളരാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്ന് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴയിൽ റവന്യൂ ജീവനക്കാരുടെ കുടുംബ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക IAS ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴയിൽ റവന്യൂ ജീവനക്കാരുടെ കുടുംബ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക IAS ഉദ്ഘാടനം ചെയ്തു. ആദ്യമായിട്ട് ഓണം ഞാൻ കണ്ടത് 2018-ലാണ്. IAS കയറിയ ശേഷം മസൂരിയുടെ ലാൽ ബഹാദൂർ ശാസ്ത്രി അക്കാദമിയിൽ എല്ലാ ഫെസ്റ്റിവൽസും സെലിബ്രേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അവിടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിലെ ഓഫീസേഴ്സ് വരും. സോ നമ്മുടെ എല്ലാ ഫെസ്റ്റിവൽസും അവിടെ സെലിബ്രേറ്റ് ചെയ്യും. അപ്പോഴാണ് 2018-ലാണ് ഫസ്റ്റ് ടൈം കറക്റ്റായിട്ട് എന്താണ് ഓണം സെലിബ്രേഷൻ എന്ന് മനസ്സിലായത്. സോ ഐ യൂസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ തിരുവാതിര ആൻഡ് ക്യാരക്ടർ ഡെവലപ്മെന്റ് ആയ ശേഷം ഓക്കെ ഞാൻ കേരളത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് തിരുവാതിര കളിപ്പിച്ചു. പിന്നെ ഓണം സദ്യ ആദ്യമായിട്ട് കളിച്ചത് അപ്പോഴാണ് 2018-ലാണ്. പക്ഷെ അത് കഴിഞ്ഞ ശേഷം ഐ കെയിം ടു കേരള ഫോർ വർക്കിംഗ് ഹിയർ. ഇവിടെ കുറേ വിശേഷങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെ നോക്കുമ്പോൾ കുറേ വേരിയേഷൻസ് ഉണ്ട് ഓണത്തിന്. ബേസ് ഫണ്ടമെന്റൽ സെയിം ആണ്, പക്ഷെ അങ്ങനെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻസ് ആണ്. മൂവാറ്റുപുഴ തഹസിൽദാർ രഞ്ജിത്ത് ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ RDO PN അനി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഭൂരേഖ തഹസിൽദാർ രാജേഷ് R, ഡെപ്യൂട്ടി തഹസിൽദാർ മഞ്ജു PM, സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി കബീർ KK എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ജീവനക്കാരുടെ കലാകായിക മത്സരങ്ങളും നടന്നു. മൂവാറ്റുപുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്ത ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് മുഹമ്മദ് പൻകൽ ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിക്കൊണ്ട് നിത്യോപയോഗ സാധനങ്ങൾ പൊതുവിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യുന്നതാണ് ഓണച്ചന്തയുടെ പ്രത്യേകത. ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ സലീം പാലം, സാജു PP, സിനി ബിജു, സെക്രട്ടറി സുധീർ K എന്നിവർ പങ്കെടുത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മലങ്കര ജേക്കബൈറ്റ് സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ മൂവാറ്റുപുഴ ഡിസ്ട്രിക്ട് കലോത്സവം സംഘടിപ്പിച്ചു. പാക്കാട് സെന്റ് മേരീസ് സൺഡേ സ്കൂൾ 147 പോയിന്റ് നേടി ഓവറോൾ കിരീടവും, സൗത്ത് മൊറാഡ് സെന്റ് മേരീസ് സൺഡേ സ്കൂൾ 2ാം സ്ഥാനവും, കുരുക്കുന്നപുരം സെന്റ് മേരീസ് സൺഡേ സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. അധ്യാപക മത്സരത്തിൽ ഈസ്റ്റ് മാറാടി 1ാം സ്ഥാനവും, സൗത്ത് സെന്റ് മേരീസ് സ്കൂൾ 2ാം സ്ഥാനവും, നോർത്ത് മാറാടി മോർ ഗ്രിഗോറിയോസ് 3ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനം MJSSA ജനറൽ സെക്രട്ടറി PV ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ അയ്യങ്കാളിയുടെ 162ാമത് ജന്മദിനം ഭാരതീയ ദളിത് കോൺഗ്രസ് മൂവാറ്റുപുഴ മഞ്ഞളോട് സംയുക്ത ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. നഗരസഭാ ചെയർമാൻ PP എൽദോസ് ഉദ്ഘാടനം ചെയ്തു. ദളിത് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് അമൃത് ദത്തൻ അധ്യക്ഷത വഹിച്ചു. മഞ്ഞളൂർ ബ്ലോക്ക് പ്രസിഡന്റ് MG രാജേഷ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു, കൗൺസിലർമാരായ ജോസ് കുര്യാക്കോസ്, അമൽ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. തപാൽ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുളവൂർ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കുറ്റിക്കാട്ട് ചാലിപ്പടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണാ സമരം മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് VA മക്കാട് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി KM അബ്ദുൽ കരീം മുഖ്യപ്രഭാഷണം നടത്തി. ജെയ്കോ ജുവൽസ് തൊടുപുഴ, ഇടപ്പള്ളി, കോതമംഗലം, പോത്താനിക്കാട്. ജെയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. കോരപ്പള്ളി മംഗലശ്ശേരി സൈനുദ്ദീൻ മൗലവിയുടെ ഭാര്യ ഐഷ ബീവി 82 നിര്യാതയായി. ഖബറടക്കം നടത്തി പരേത അടിവാട് കളരിക്കൽ കുടുംബാംഗമാണ്. മക്കൾ മുഹമ്മദ് ബഷീർ, റഷീദ അബ്ദുൽ ലത്തീഫ്, റംലത്ത്, സഫിയ, അബ്ദുൽ വഹാബ്, സൗദ, അബ്ദുൽ സലാം, പരേതിയായ സാജിദ. മരുമക്കൾ സിദ്ദിഖ, ഇസ്മയിൽ, ഷാജിദ, അബൂബക്കർ, ഇബ്രാഹിം, നിസ സിദ്ദിഖ്, അനുജ. പോത്താനിക്കാട് ആയങ്കര മോളൽ പുത്തൻപുര ജോഷിയുടെ ഭാര്യ EA രേഖ 63 നിര്യാതയായി. സംസ്കാരം വെള്ളിയാഴ്ച 1 വീട്ടുവളപ്പിൽ നടത്തപ്പെട്ടു. ചാത്തമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും പട്ടാൽ ഇടത്തോട്ടിൽ കുടുംബാംഗവുമാണ് പരേത. മക്കൾ ഗോകുൽ, ജാൻവി. അപ്പോൾ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ, നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം, നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി, കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം, പനശ്ശിയം റോഡ് ഓടക്കാലി. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.